കോഴിക്കോട്ടെ കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് തർക്കത്തിൽ നടപടി. ബാങ്ക് ചെയർമാനും KPCC അംഗവുമായ NK അബ്ദുറഹ്മാനെ കോൺഗ്രസ് പുറത്താക്കി. ബാങ്ക് ഭരണം അട്ടിമറിക്കാൻ CPM-മായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ചാണ് തീരുമാനം. മുഹമ്മദ് ഷഹീദ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പമുണ്ട്. ഷഹീദ്, ഗുഡ് മോർണിംഗ്. എന്താണ് ബാങ്ക് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ കാരണം? ഇതിന് ആസ്പദമായ സംഭവം, അതിന്റെ വിശദാംശങ്ങൾ കൂടി പ്രേക്ഷകർക്കായി ഒന്ന് പങ്കുവയ്ക്കൂ. മുത്തി, ഗുഡ് മോർണിംഗ്. കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ചെയർമാൻ NK അബ്ദുറഹ്മാൻ, അദ്ദേഹം KPCC അംഗം കൂടിയാണ്. ഈ പാർട്ടി നേതാവ് കൂടിയായ NK അബ്ദുറഹ്മാനെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ഇപ്പോൾ KPCC തീരുമാനം അടിയന്തരമായി എടുത്തിരിക്കുന്നത്. അതായത് കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് അത് കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ബാങ്കായിരുന്നു. പക്ഷേ NK അബ്ദുറഹ്മാൻ, ഈ ചെയർമാൻ, അനധികൃതമായി A ക്ലാസ് മെമ്പർമാരെ തിരികെ കയറ്റി, അനധികൃതമായി അതിൽ A ക്ലാസ് മെമ്പർമാരെ ചേർത്ത് ബാങ്കിന്റെ ഭരണം CPM-ന് കൈമാറാൻ, CPM-ന് പിടിക്കാൻ വേണ്ടി ഒത്താശ ചെയ്തു എന്നുള്ളൊരു ആരോപണമാണ് കോൺഗ്രസ് ഉയർത്തിയിരുന്നത്. കോഴിക്കോട് DCC നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി. അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം KPCC കൈമാറിയിരുന്നു. അതായത് പാർട്ടിയെ വഞ്ചിച്ച് CPM-ന് ബാങ്ക് കൈമാറാനുള്ള നീക്കം KPCC അംഗം കൂടിയായ ചെയർമാൻ NK അബ്ദുറഹ്മാന്റെ ഭാഗത്തു നിന്നുണ്ടായി തുടങ്ങിയ ഗുരുതരമായ കണ്ടെത്തലുകളാണ് DCC നേതൃത്വം കഴിഞ്ഞ ദിവസം നൽകിയ റിപ്പോർട്ടിലുണ്ടായിരുന്നത്. ഇത് പരിഗണിച്ചുകൊണ്ടാണ് KPCC ഇപ്പോൾ NK അബ്ദുറഹ്മാനെ ഈ ബാങ്ക് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കിയത്. അതായത് 711 A ക്ലാസ് മെമ്പർമാരായിരുന്നു ഈ ബാങ്കിലുണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം അനധികൃതമായി രാത്രിയിൽ ചില ജീവനക്കാരുടെ പാസ്വേഡും യൂസർ ഐഡിയും ഒക്കെ ഉപയോഗിച്ച് 1400-1400ഓളം A ക്ലാസ് മെമ്പർമാരായി അത് വർദ്ധിപ്പിച്ചു. അതായത് 800ഓളം പേര് അനധികൃതമായി ചേർത്തു. ഇത് CPM-ന് വേണ്ടിയാണ്, CPM-ന് ഭരണം പിടിക്കാൻ വേണ്ടിയാണ്. അതായത് A ക്ലാസ് മെമ്പർമാരാണ് ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്നത്. ഇങ്ങനെ ബാങ്ക് ഭരണം അട്ടിമറിക്കാൻ വേണ്ടി ഒരു KPCC അംഗം തന്നെ കൂട്ടുനിന്നു എന്നുള്ള വലിയ ഗുരുതരമായ ഒരു സാഹചര്യമായിരുന്നു പാർട്ടി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതിനെതിരെ ഇപ്പോൾ പാർട്ടി നേതൃത്വവും ബാങ്ക് ഭരണസമിതിയും ഒക്കെ ഇപ്പോൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇതിനകം തന്നെ സംസ്ഥാന സഹകരണ വകുപ്പ് ബാങ്കിന്റെ ഭരണം അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യം വളരെ സങ്കീർണമാണ് കോൺഗ്രസിന് മുമ്പിൽ. ഏതായാലും പ്രാഥമികമായി ഇപ്പോൾ ബാങ്ക് ചെയർമാനെ ഇപ്പോൾ പാർട്ടിയിൽ നിന്നും നീക്കിയിരിക്കുകയാണ്. പാർട്ടിയിൽ നിന്നും KPCC അംഗം കൂടിയായ NK അബ്ദുറഹ്മാനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിക്കൊണ്ട് ഇപ്പോൾ KPCC നേതൃത്വം തീരുമാനമെടുത്തിരിക്കുകയാണ്. മോത്തി.